ഹലോ, എസ് ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വീണ്ടും കുറച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സാരീസ് ആയിട്ടാണ്. ഹാൻഡ് എംബ്രോയിഡറി, മിഷൻ എംബ്രോയിഡറി സാരീസ് എല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് സാരീസേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് സാരീസ് കാണാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്ന ഈ ഒരു ഗ്രേ ഷെയ്ഡില് ബാഗൽപൂർ സിൽക്കിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ്. അത് നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു. ഒത്തിരി കാണിച്ചിട്ടുള്ള 1-2 പ്രാവശ്യം നമ്മൾ ഇതിനൊരു ബ്ലൂ ഷെയ്ഡിൽ വർക്ക് ചെയ്തിരിക്കുന്ന കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗ്രേ ഷെയ്ഡാണ് നമ്മൾ ഈ പ്രാവശ്യം കാണിക്കുന്നത്. നല്ല ഫ്ലോയി ആയിട്ട് നല്ല ഷൈനിങ് ഉള്ള നല്ലൊരു മെറ്റീരിയലാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കോട്ടൺ ചെക്കോട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് തന്നെ ഒരു 1000+ rupees ആവുന്ന പോലത്തെ ഒരു മെറ്റീരിയലാണ് വരുന്നത്. പക്ഷെ നല്ല ഫ്ലോയി ആയിട്ട് നല്ലൊരു ഷൈനിങ് ഒക്കെ വരുന്ന പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഇതിനകത്ത് നമ്മൾ ആ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഡബിൾ ഷെയ്ഡ് യെല്ലോ കളറിലെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഹാൻഡ് എംബ്രോയിഡറി വർക്കാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഡിസൈനകത്ത് കുറച്ചൊരു ബീഡ് വർക്കിന്റെ ഒരു ഇതൊക്കെ കൊടുത്ത് കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നന്നായിട്ട് കാണാവുന്ന പോലെ ആ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പല്ലുവിന്റെ എൻ പോർഷനിലാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ വരുന്നത് പോലത്തെ ഒരു ഫ്ലവർ ബഞ്ച് ഡിസൈൻ ആണ്. ഗ്രേയിൽ ആ ഒരു യെല്ലോവിന്റെ വൈറ്റിന്റെയും കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ട് തന്നെ കോൺട്രാസ്റ്റ് ചെയ്ത് കാണാനും പറ്റുന്നുണ്ട്. അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്ന ചെസ്റ്റ് പോർഷനിൽ അങ്ങനെ 2 ഡിസൈൻസ് മാത്രം വരുന്ന പോലെയാണ് ഈ ഒരു സാരി കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന പോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഒത്തിരി ഡിസൈൻസ് ഒന്നും വേണ്ട, ജസ്റ്റ് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന പോലെ 2-3 ഡിസൈൻസ് മതി എന്നുള്ള രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ ഡിസൈൻ വരുന്നത്. നമ്മൾ പല്ലുവിൽ കണ്ട അതേ ഡിസൈൻ ഈ ഒരു ചെസ്റ്റ് പോർഷനിൽ വരുന്നതാണ്. നമുക്ക് പല്ലുവിന്റെ ചെസ്റ്റ് പോർഷനിൽ ഒറ്റ ഡിസൈൻ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ പല്ലുവിന്റെ അവിടെ കൊടുത്തിരിക്കുന്ന സെയിം സൈസിൽ വരുന്നത് പോലെ ഒരു ഡിസൈൻ കുറച്ചും കൂടെ ഇറക്കിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ നോർമലി 2-3 ഡിസൈൻസ് ഒക്കെ വരുന്ന സമയത്ത് ഫസ്റ്റ് ഡിസൈൻ നമുക്ക് ഇവിടെയും സെക്കൻഡ് ഡിസൈൻ നമുക്ക് ഇവിടെയും വരുന്ന പോലെ വരുന്നത്. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ ഡിസൈൻ കറക്റ്റ് നമ്മുടെ ആ സെൻട്രൽ പോർഷനിൽ ചെസ്റ്റിന്റെ സെൻട്രൽ പോർഷനിൽ വരുന്നത് പോലെയാണ്. അപ്പോൾ ഉടുത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഒരൊറ്റ ഡിസൈനേ ഉള്ളൂ എന്നുള്ളൊരു പ്രശ്നം വരത്തില്ല. നല്ല ആ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനും ബീഡ് വർക്കും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ തീരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നത്തില്ല. ആ ഒരു പാറ്റേണിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇത് കസ്റ്റമറിന്റെ ചോയ്സ് അനുസരിച്ച് തന്നെയാണ് നമ്മൾ ഈ 2 ഡിസൈൻ എന്നുള്ളത് ചൂസ് ചെയ്തത്. ഡിസൈനും അതിന്റെ കളർ കോമ്പിനേഷനും ഒക്കെ നമ്മൾ തന്നെ ചൂസ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഭംഗിയുള്ള ഒരു സാരിയാണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള സിൽക്കി കോട്ട സാരിയിൽ നമ്മൾ മിഷൻ എംബ്രോയിഡറി യൂസ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണ്. ഇതിനകത്ത് നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വളരെ കുറച്ച് ഡിസൈൻസ് മാത്രം യൂസ് ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്തതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്നത് പോലെ കസ്റ്റമൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വളരെ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഒരു ഗ്രീൻ കളറിൽ ലാവൻഡർ കോമ്പിനേഷനിലുള്ള ഒരു സിംഗിൾ നീഡിൽ ഡിസൈൻ ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒറ്റ കളർ യൂസ് ചെയ്തിട്ടുള്ള ഡിസൈനാണ്. സിംഗിൾ നീഡിൽ വരുന്ന പോലത്തെ സിംഗിൾ ഷെയ്ഡിൽ വരുന്ന ഡിസൈനാണ്. ലാവൻഡർ ഷെയ്ഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്ക് സിൽക്കി കോട്ടയിൽ നല്ല പേസ്റ്റൽ ഷെയ്ഡ്സ് ഒരുപാട് വരാറുണ്ട്. അതിനകത്ത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണിത്. നെക്സ്റ്റ് ഇതിന് ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. പല്ലു പോർഷനിലെ ആ ഒരു സിംഗിൾ ഡിസൈനും അതുപോലെ ചെസ്റ്റ് പോർഷനിലെ ഈ ഡിസൈനും മാത്രമേ ഈ സാരിയിൽ ചെയ്തിട്ടുള്ളൂ. ബോട്ടം പോർഷനിലോ പല്ലുവിന്റെ ഉൾവശത്തോ ഒന്നും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടില്ല. ഇങ്ങനെയാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ ഡിസൈൻ വരുന്നത്. 3 ഡിസൈൻസ് ആണ് ചെസ്റ്റ് പോർഷനിൽ വരുന്നത്. ഉടുത്ത് വരുമ്പം കാണാവുന്നത് പോലെ 3 ഡിസൈൻസാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ചെറിയ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ഗ്യാപ്പ് കൊടുത്താണ് ഈ 3 ഡിസൈൻസും ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു ഡിസൈനിന്റെ ഗ്യാപ്പ് തന്നെ ഓരോ ഡിസൈൻ ഇടയ്ക്കും വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ഗ്യാപ്പിലാണ് ഈ ഒരു 3 ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉടുത്ത് വരുമ്പം നമ്മുടെ ചെസ്റ്റ് പോർഷൻ തൊട്ട് നമ്മുടെ ആ ഒരു കാലിന്റെ ഭാഗം വരെ വരുന്നത് പോലെ, അതായത് മുകളിലോട്ട് വരുന്ന ആ പോർഷൻ തൊട്ട് ഡിസൈൻ വരുന്നത് പോലെ നമ്മൾ അകലത്തിലാണ് ഈ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ചെറിയ ഡിസൈൻ ആണെന്ന് പറഞ്ഞാലും സിംഗിൾ കളർ ഡിസൈൻ ആണെങ്കിലും ഈ ഒരു കളർ കോമ്പിനേഷനിൽ വരുമ്പോഴത്തേനും നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണാനും പറ്റും. നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഡെയിലി വെയർ കളക്ഷന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ബേജ് കളറിലെ ഓർഗൻഡി സാരിയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വയലറ്റ് ഷെയ്ഡിൽ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലവർ ഡിസൈൻ ആണ്. നല്ല ലെങ്തിൽ തന്നെ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ചെറിയ ഫ്ലവേഴ്സിന്റെ ഗ്യാതറിങ്സ് ചെറിയ ഇങ്ങനെ അടുത്തടുത്തല്ലാതെ കുറച്ചൊരു അകലത്തിൽ കൊടുത്തിരിക്കുന്ന രീതിയിൽ ഒരു ക്ലൈംബിംഗ് പാറ്റേണിലാണ് ഈ ഒരു ഫ്ലവർ ബഞ്ച് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നീളത്തിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഒരുപാട് ഫ്ലവേഴ്സ് ഇല്ലേം താനും സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്ക് വരുന്നത് പോലെയാണ്. ഓർഗൻഡി മെറ്റീരിയൽ കുറച്ച് സ്റ്റിഫ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ പോലും നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഓർഗൻഡി മെറ്റീരിയൽ ചോദിക്കാറുണ്ട്. കാരണം വെച്ചാൽ ഓർഗൻഡി മെറ്റീരിയൽ ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത് കൊടുക്കുന്നതിന് മറ്റ് മെറ്റീരിയലുകളിലൊക്കെ കൊടുക്കുന്നതിനേക്കാളും ഭയങ്കര ഒരു എലഗൻസ് കൂടുതലാണ്. കാര്യം ഈ ഒരു മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് തുടക്കത്തിലൊക്കെ മീൻസ് ആ ഒരു ഫസ്റ്റ് 2-3 വാഷിന്റെ സമയത്ത് ഈ സ്റ്റിഫ്നെസ് വരത്തുള്ളൂ. അത് കഴിയുമ്പോൾ നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ഒതുങ്ങുന്ന പോലെ ഇത് ഒതുങ്ങും.
എന്നാലും ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈം തന്നെ യൂസ് ചെയ്യാനായിട്ട് ഒത്തിരി ആൾക്കാർക്കും ഒരു പേടിയുള്ള ഒരു മെറ്റീരിയലാണ്. ഓർഗൻഡി ഒതുങ്ങത്തില്ല, ഉടഞ്ഞു പോകുന്നൊക്കെ ഉള്ള ഇതിൽ. എന്നാലും നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് വരുന്നുണ്ട് ഓർഗൻഡി സാരീസിൽ. ഓർഗൻഡി സാരീസ് മാത്രം ഉപയോഗിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. അതുപോലെ വന്നിരിക്കുന്ന ഒരു ഓർഡറാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഒരു കളർ കോമ്പിനേഷൻ ഈ ഒരു സാരിയിൽ വന്നിട്ടുണ്ട്. നല്ലൊരു ബേജ് ആൻഡ് ആ ഒരു വയലറ്റ് കളറിലുള്ള സാരിയാണ്. നമ്മൾ നേരത്തെ ഡിസ്പ്ലേ ചെയ്തൊരു സാരിക്ക് നമുക്ക് റിപ്പീറ്റ് ഓർഡർ വന്നാണ് നമ്മൾ ഈ ഒരു സെയിം കളർ കോമ്പിനേഷൻ വരുന്നത്. ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിൽ വരുമ്പോഴത്തേനും ഇതുപോലെ നമ്മൾ ആ പല്ലുവിൽ കണ്ട ആ ഡിസൈൻ സെയിം തന്നെ രണ്ടെണ്ണമാണ് ഇതിന്റെ. ഇതുപോലെയാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷൻ വരുന്നത്. അധികം ഗ്യാപ്പ് ഇല്ലാതെ തന്നെയാണ് ഈ രണ്ട് ഡിസൈൻസും ചെയ്തിരിക്കുന്നത്. ഉടുത്ത് വരുമ്പോൾ ഏകദേശം നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നത് പോലെ നല്ല ഭംഗിയായിട്ട് വരുന്നൊരു സാരിയാണ്. നല്ലൊരു ക്ലാസിക് ലുക്ക് തന്നെയായിരിക്കും ഈ ഒരു സാരി ഉടുക്കുമ്പോഴത്തേനും. അത്രയും നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും ആ ഒരു വർക്കിന്റെ ഒരു പെർഫെക്ഷൻ, ഐ മീൻസ് ഈ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വരുമ്പോൾ തന്നെ ആ ഫ്ലവേഴ്സിന് എപ്പോഴും നല്ലൊരു തിക്നെസ്സും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അങ്ങനെ ഫുള്ളായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കൊരു ചെറിയ ഒക്കേഷൻ ഒക്കെ ആണെങ്കിൽ പോലും പെയർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സാരിയാണ്. നെക്സ്റ്റ് ഇതിന്റെ റണ്ണിങ് പോർഷനിലാണ് നമ്മൾ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. എല്ലാം സെയിം സൈസിലുള്ള ഡിസൈൻസാണ് കൊടുത്തിരിക്കുന്നത്. റണ്ണിങ് പോർഷനിൽ നമ്മളത് സ്റ്റാൻഡിങ് പോസിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓർഗൻഡി സാരി ആയിട്ട് തന്നെ നമുക്ക് ബ്ലൗസ് നമ്മൾ ചെയ്യാറില്ല. ഓർഗൻഡി മെറ്റീരിയൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ചില ആൾക്കാർ നമ്മുടെ അടുത്ത് 2x2 ബ്ലൗസിലൊക്കെ ബ്ലൗസ് ചെയ്യിപ്പിക്കാറുണ്ട്. പക്ഷെ ഇതിപ്പം നമുക്ക് ബ്ലൗസ് ഇല്ലാതെ സാരി മാത്രമായിട്ട് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണ്. ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ഏത് കളർ കോമ്പിനേഷനിൽ വേണമെങ്കിലും ചെയ്തെടുക്കാനായിട്ട് പറ്റും. വളരെ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു പാറ്റേൺ സാരിയൊക്കെ ഉടുത്ത് വരുമ്പോൾ. നല്ലൊരു പ്രത്യേക ഭംഗി തന്നെയായിരിക്കും. ലാസ്റ്റ് ആയിട്ട് നമ്മൾ കാണിക്കുന്ന ഒരു വൈറ്റ് കോട്ടൺ ചെക്കോട്ട സാരിയിൽ നമ്മുടെ ഒരു റെഡിന്റെ ഡബിൾ ഷെയ്ഡ് റെഡ് വരുന്ന ഒരു എംബ്രോയിഡറി ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു പാറ്റേൺ നമ്മൾ നമ്മുടെ ഒരു ഫസ്റ്റ് വീഡിയോ തൊട്ട് തന്നെ ഡിസ്പ്ലേ ചെയ്താണ്. നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് റിപ്പീറ്റഡ്ലി നമുക്ക് ആ ഒരു നമ്മൾ നമ്മളൊരു ഈസ്റ്റർ സമയത്ത് നമ്മളൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ആ സമയത്ത് നമ്മൾ ഈസ്റ്റർ സ്പെഷ്യൽ കളക്ഷൻ എന്ന് പറഞ്ഞ് കാണിച്ച 3 സാരീസിൽ ഒരു സാരിയാണിത്. ആ സാരീസ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് തന്നതും നമ്മൾ ഇങ്ങനെ ഇപ്പൊ ഈ ഒരു നിൽക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ എത്തിച്ചത് ആ 3 സാരീസാണ്. അതിലൊരു സാരിയാണിത്. അപ്പൊ ഇത് നമുക്ക് ഒരുപാട് റിപ്പീറ്റ് ഓർഡർ വന്നു. നമ്മൾ ഒരു ഇടയ്ക്കൊരു ടൈം പീരീഡിൽ നമ്മൾ ഈ ഓർഡർ എടുക്കാതിരുന്ന് നമ്മൾ അതുപോലെ ഈ സാരീസ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഈ സാരീസിന്റെ ഓർഡേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ സെയിം ആയിട്ട് നമ്മൾ ആ ഒരു വീഡിയോയിൽ കാണിച്ച സെയിം പാറ്റേണിലാണ് ഈ ഒരു സാരിയും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ വരുന്ന ഡിസൈൻ ഈ ഒരു പല്ലുവിന്റെ ഉൾവശത്തും ഈ ചെറിയ ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ ഈ ഒരു പല്ലുവിന്റെ റണ്ണിങ് പോർഷനിലും ആ ഒരു ചെറിയ സൈസിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഒരു പേൾ മീൻസ് അതൊരു പേൾ ഹൈലൈറ്റും ഒക്കെ കൊടുത്ത് ഈ ഒരു കളർ കോമ്പിനേഷനും ഒക്കെ ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടമായിട്ട് നമ്മൾ ഒത്തിരി റിവ്യൂസ് കിട്ടിയ ഒരു നല്ലൊരു സാരിയാണ്. ഉടുത്താണെങ്കിൽ ഒത്തിരി ആൾക്കാർ നമുക്ക് അഭിപ്രായങ്ങൾ, ഒത്തിരി നല്ലൊരു കളക്ഷൻ ആയിട്ട് നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു നല്ല സാരി കളക്ഷനിൽ, അതായത് നമുക്ക് ഏറ്റവും മൂവിങ് ആയിട്ടുള്ള ഒരു സാരി കളക്ഷനിൽ ഫസ്റ്റ് വരുന്നൊരു സാരിയാണിത്. ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സാരി കേട്ടോ. ഒത്തിരി വർക്കൊന്നും ചെയ്തിട്ട് ഒരുപാട് ഹെവി ബോർഡേഴ്സ് ഒന്നും വരുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഇതിന്റെ കളർ കോമ്പിനേഷൻ ആണ് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ സാരിയുടെ കാര്യം പറഞ്ഞ പോലെ തിക്കായിട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വരുമ്പോൾ ആ ഫ്ലവേഴ്സിന് കുറച്ച് നല്ലൊരു ഭംഗി, ഒരു ഹൈലൈറ്റും ഒക്കെ വരും. ആ ഒരു പാറ്റേണിലാണ് ഇതിനകത്തും ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്റ്റെം ആണെങ്കിലും അതെ, ഫ്ലവർ ആണെങ്കിലും അതെ, ഡബിൾ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊക്കെ കുറച്ചുകൂടി ഒരു ഡെപ്ത് തോന്നും. നെക്സ്റ്റ് ഇതിനകത്ത് റൈറ്റ് ലെഗ് പോർഷനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷനിൽ ഇതുപോലെ വെർട്ടിക്കലായിട്ടാണ് ഡിസൈൻ വരുന്നത്. എങ്ങനെയാണ് ഇതിന് കൂടെ നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസും ചെയ്തിട്ടുണ്ട്. നമുക്ക് കോട്ടൺ ചെക്കോട്ട ആയതുകൊണ്ട് തന്നെ ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം അതിനകത്ത് നമ്മൾ സ്ലീവ്സിൽ പല്ലുവിൻ്റെ ഉള്ളിലെ എൻഡിലും റണ്ണിങ് പോർഷനിലും ഒക്കെ വന്ന അതേ ഡിസൈൻ തന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ്സിനകത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാരിയാണ്. അപ്പൊ ഈ കാണിച്ച സാരീസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ സാരീസ് ഒക്കെ ആർക്കെങ്കിലും ചെയ്യിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് കുറച്ച് ബൾക്ക് ഓർഡേഴ്സ് ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഡിസ്പാച്ച് ടൈം കുറച്ചൊന്ന് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അർജന്റ് ആയിട്ടുള്ള ഓർഡേഴ്സ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ കൂടുതലായിട്ടുള്ള മെഷീൻ എംബ്രോയിഡറി, ഹാൻഡ് എംബ്രോയിഡറി, ഹാൻഡ് ബി കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.